ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി തആല. അൽഹംദു മസ്ദറുൻ മഅലൂമുൻ. ഒന്നുകിൽ മഅറൂഫ മസ്ദറ. ലറബ യദ്രിബു ലർബൻ, ലുരിബ യദ്റബു ലർബൻ. രണ്ട് ലർബല്ലേ? ആദ്യത്തിൻ്റെ അർത്ഥം രണ്ടാമത്തെ അടിക്കപ്പെടൽ. എന്ന മാതിരി ഹംദ് പറഞ്ഞാൽ സ്തുതിക്കൽ അല്ലെങ്കിൽ സ്തുതിക്കപ്പെടൽ രണ്ടും ആകാം. അല്ലെങ്കിൽ കൗദർ മുസ്തറക്കും മൈനവുമാ. അല്ലെങ്കിൽ മയർവജുകളുടെ മുസ്തറക്കായ ഒരു കതറാവും ചെയ്യുക അടി. സ്തുതിക്കൽ എന്ന് വരണ്ട, പടൽ എന്ന് വരണ്ട, സ്തുതി. റെഡി? ലാമുത്താരിഫി ഫീഹിൽ ജിൻസി. ഇത് അലിഫിലാവും ജിൻസിലെ അലിഫിലാമാ നിൽക്കുക. അപ്പോൾ ഹംദിൻ്റെ ജിൻസാവുന്നതാണ് ഇപ്പോൾ. അപ്പോൾ മഅനാഹുൽ ഇഷാറത്ത് ഇലാമാ യഅരിഫുഹു കുല്ലു അഹദിൻ. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ പറയുക? ഹംദിൻ്റെ മാന, ആ ലാമിൻ്റെ മാന അൽ ഇഷാറത്ത് സൂചിപ്പിക്കലാണ് ഇലാമാ യഅരിഫുഹു കുല്ലു അഹദിൻ, ഏതൊരാൾക്ക് തിരിയുന്ന ഒന്നിലേക്ക്. ഹംദ് എന്ന് പറയുമ്പോൾ ഒരാളെ മനസ്സിലേക്ക് എന്താ വരുന്നത് അത്. പിന്നെ അന്നൽ ഹംദ മാഹുവ, ഹംദ് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അത്. അല്ലെങ്കിലോ ഔൽ ഇസ്തിഗ്റാഖി, അലിവാം ഇസ്തിഗ്റാഖുലാമാക്കാം. അഥവാ പണ്ട് കുട്ടിക്കാലത്ത് അങ്ങനെ വെക്കൽ സർവസ്തുതിയുമാവുന്ന അതാണ്. സർവസ്തുതി അർത്ഥം മുഖമാണ് ഇസ്തിഗ്റാഖായത്. ആദ്യം വെച്ചത് ഹംദിൻ്റെ ജിൻസാവുന്നതെന്നാണ്. ഇപ്പോൾ വെക്കണത് സർവസ്തുതിയുമാവുന്നതാണ്. പിന്നെ ഐ കുല്ലു ഹംദീൻ മിനൽ അസലിൽ അബദീൻ, അക്കാലം മുതൽ എക്കാലം വരെയുമുള്ള എല്ലാ ഹംദുമാവുന്നത്. മിൻ അയ്യ ഹാമിദീൻ കാന, അത് ഏത് ഹാമിദിൻ്റെ അക്കൽ നിന്നാവട്ടെ. എനിക്കിപ്പോൾ ഒരാൾ തൽക്കാലം കുടുങ്ങിയപ്പോൾ ഒരു 5 ലക്ഷം റുപ്യ തന്ന് സഹായിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, അയ്യാരെ ഇങ്ങനെ ചെയ്ത് വലിയ ഉപകാരമായിട്ടോ, നിങ്ങൾ നല്ല മനുഷ്യനാണെന്നങ്ങനെ പറഞ്ഞാൽ അതിപ്പോൾ അയാളുടെ സ്തുതിക്കലാണ്. അത് എവിടുക്കാണ് സാബിത്തുല്ലഹു അള്ളാഹു താലാക്ക് സാബിത്താണ്. മനസ്സിലായില്ലേ? അതാ സർവഹംദ് എന്ന് പറഞ്ഞാൽ. അതെന്നെ ഖുർആൻ തലക്കലേ പഠിപ്പിക്കണത്. അൽഹംദുലില്ലാ എന്ന ഖുർആൻ തലക്കന്നെ പറയുന്നത്. ഹംദൊക്കെ അള്ളാഹ്ക്കാണ്. ആരെ സ്തുതിച്ചാലും എടുക്കേ പോവുള്ളൂ, അള്ളാഹ്ക്കേ പോവുള്ളൂ. മനസ്സിലായില്ലേ? ഇത് കാരണം മാമിൻ ഖൈരിൻ, ഒരു ഖൈറും തന്നെ ഇല്ല, ഇല്ലാഹുവ വലിയുഹു, അള്ളാഹുവിൻ്റെ വലിയായിട്ടല്ലാതെ. പിന്നെ വൽ മുറാദ് ബിഹി, ഹംദോണ്ടെല്ലാം മുറാദ് സനാഉ ബിൽ ലിസാനി, നാവുകൊണ്ട് പോയത്തലാണ്. അലൽ ജമീലി ഇഖ്തിയാരി, സ്വയം ഇഷ്ടപ്പെടം ചെയ്യപ്പെടുന്നതായ നല്ല കാര്യത്തിൻ്റെ മേലിൽ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്ന കാര്യമാവണം. മിൻ നിഅമത്തിൻ്റെ വരിക, അത് നിഅമത്തും അല്ലാത്തൊക്കെ ആകാം. പിന്നെ വൽ മദ്ഹു എന്ന മദ്ഹ് എന്നത് ഹുവ, അതും കദാലിക്ക, ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഏത് ഒരു ജമീലായ കാര്യത്തിൻ്റെ മേൽ തന്നെയാണ് എന്ത് ചെയ്യൽ, സനാ ചെയ്യൽ തന്നെയാണ് ഇപ്പോൾ മദ്ഹും. പക്ഷേ ഇല്ല അന്നഹു അമ്മുന യകൂനാൽ ജമീൽ ഇഖ്തിയാരി ഓയിരിഹി, ഇഖ്തിയാരിയാകും അല്ലാത്തതും ആകാം എന്നതിനേക്കാൾ അമ്മാണ്. അതാ മാറ്റം. സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതിന് പിന്നെ നന്നാക്കി പറഞ്ഞെങ്കിൽ എന്ത് അറിയുള്ളൂ? ഹംദ് അറിയുള്ളൂ. പിന്നെ ഫുലാൻ നല്ല ഭംഗിയുണ്ടല്ലോ പറഞ്ഞാൽ അതിനെന്ത് അറിയില്ല, മദ്ഹ് അറിയാന്ന് പറയുള്ളൂ. റസൂലുള്ളാഹിനെ മദ്ഹ് അറിഞ്ഞു നമ്മൾ, കാരണം റസൂലുള്ള സൗന്ദര്യം ഉണ്ടായിരുന്നു പറഞ്ഞാൽ മദ്ഹാണ്. അതാ യുക്കാലു പറയപ്പെടും മദഹത്തു സെയ്ദൻ അല ഹുസ്നിഹി, മൊഞ്ചിൻ്റെ മേലിൽ സെയ്ദിന് മദ്ഹ എന്ന് പറയാൻ പറ്റും. വലായക്കാൽ ഹമിത്തുഹു അലൈഹി, ഹുസ്നിൻ്റെ മേലിൽ ഹംദ് എന്ന് പറയാൻ പറ്റൂല, കാരണം ചൊർക്കം ഉണ്ടാക്കിയാണ്ടുള്ള കേസല്ല. പിന്നെ വക്കീല ഇന്നോമാറാദിഫാനി, ഒരേ പ്രായണ്ട് ഹംദും മദ്ഹുവൊക്കെ കണക്ക് തന്നെയാണ്. പിന്നെ പഠിച്ചോ. പിന്നെ വക്കീല വൽ മിസാലു മസ്ലൂൻ, മിസാലത്തിന് ഞാൻ ഉണ്ടാക്കിയാൽ മതി, ഞാനൊന്നും ഇപ്പം ഇങ്ങനെ ഞാൻ ഹമിത്തുഹു മദഹത്തുഹു ഉണ്ടാക്കൊന്നും വേണ്ട. ശുക്രു, ഇനി ശുക്ർ കിടക്കാം നമുക്ക്. എന്താ ശുക്ർ പറഞ്ഞാൽ? അപ്പോൾ ഈ സംഗതി നമ്മളെ ബാബിൽ ശുക്രിൻ്റെ ചർച്ച ഒന്നുമില്ല. അപ്പം ഹംദ് പറഞ്ഞപ്പോൾ അതിനോട് സമാനമായതൊക്കെ ചർച്ച ചെയ്യാണ്. ശുക്രാവുന്ന എൻ്റെ സനാവു, അതും പുകയത്തിൽ തന്നെയാണ്. അത് നാവ് കൊണ്ട് മാത്രമല്ല, ഈ കൗലിനോ ഫീലിനോ എത്തിക്കാലി മൂന്നുകൊണ്ടുണ്ടാവും, കർമ്മം കൊണ്ടുണ്ടാകും, വാക്കുകൊണ്ടും ഉണ്ടാകും, മനസ്സ് വിചാരിച്ചുകൊണ്ടുണ്ടാവും. ചെയ്തല്ലോ ഉഷാറായിട്ടോ നിൻ്റെ മനസ്സ് കരുതിയാൽ വരെ ശുക്രാവും. ഹംദിനും മദ്ഹിനും ഏതിൻ്റെ വേണം? നാവ് തന്നെ വേണം. അങ്ങനെ കാണുമ്പോൾ നീച്ചെന്നാലും ശുക്രാവും. എങ്ങനത്തേതായ കൗലും വീലും എത്തിക്കാതുമാണ് ഇഷ്റിബ തറീക്കും തലീമിൽ മുന്നൈമീൻ, ആ ഇൻആം ചെയ്ത വ്യക്തിക്ക് വരെ തലീമുണ്ട് എന്നറിയിക്കും. എന്തിൻ്റെ പേരിലാവണം ഈ കൗലും വീലും ഒക്കെ? അല ഇൻആമിഹി, അവൻ അങ്ങനെ ചെയ്തു എന്നതിൻ്റെ പേരിൽ സനാവ് ചെയ്യുമ്പോഴേ എന്താ അറിയുള്ളൂ? ശുക്ർ അറിയുള്ളൂ. പിന്നെ ഫൽഹംദു ആമു ബിഇതിബാരിൽ മുതഅല്ലഖി, ഏതുമായി ബന്ധപ്പെട്ടു എന്നുള്ള പരിഗണിക്കുമ്പോൾ ഹംദ് ആമ. ഹംദ് പറഞ്ഞ് ആമ. കാരണം എന്താ വെച്ചാൽ അവിടെ മിൻ നിഅമത്തന്നെ വൈറഹാൻ നേരത്തെ പറഞ്ഞില്ലേ,
ഏത് മീൻ നിയമത്തിൻ്റെ വൈരിഹാന്നല്ലേ, നിയമത്തിൻ്റെ പേരും അല്ലാത്തതിൻ്റെ പേരും ഉണ്ടാവും ഹംദ്. ആ നിലക്ക് നോക്കും താലക്കുള്ള നോക്കുമ്പം ഹംദ് ആമ. ആ പിന്നെ എന്നാ അഹസു, ഈ ഹംദ് ഹാസു ആണ്. ബിദ്വാരിൽ മൗരിദി വരുന്ന സ്ഥലങ്ങളിൽ നോക്കുമ്പോൾ നാവുമെന്ന് മാത്രമേ ഏത് വരുള്ളൂ, ഹംദ് വരുള്ളൂ. അള്ളാഹെന്നും വരും കൽബെന്നും വരും ഏത്, ശുക്ർ. ആ ആണോ ശുക്രു ശുക്രാന്ന് ബിൽ അക്സി നേരെ മറിച്ചാണ്. മുത്താലക്കളെ നോക്കുമ്പോൾ അഹസു ആണ്, മൗരിദുള്ള നോക്കുമ്പോൾ ആമു ആണ്. ഇപ്പോൾ വൈനവും വജീൻ അവനുള്ള ബന്ധം ഉമൂസും വജിയാണ്. അബിയലും ഹെവാൻ എന്ന് പറഞ്ഞ മാതിരി എല്ലാ വെളുത്തവും അബിയതും അല്ല, അബിയലൊക്കെ വളരെ വെളുത്തവും അല്ല എന്നാൽ ചില അബിയലൊക്കെ എന്താണ്, ചില അബിയലൊക്കെ ഹെവാനാണ്. എല്ലാ ഹെവാനും അബിയതും അല്ല, എല്ലാ അബിയതും ഹെവാനും അല്ല, ചില ഹെവാനൊക്കെ അബിയതാണ്. അങ്ങനെയല്ലേ മുസ്ലിം വജി പറഞ്ഞാൽ. അപ്പം അതിൻ്റെ എവിടെ ഉള്ളത് എല്ലാ ഹംദും പിന്നെ എന്തല്ല ശുക്രും അല്ല, എല്ലാ ശുക്രും ഹംദും അല്ല. എന്നാലും ചില ശുക്രൊക്കെ എന്തീകാരം ഹംദീകാരം. പിന്നെ വസനാവു. അപ്പം സനാവ് എന്താ പറയണേന്ന് ആദ്യം നമ്മൾ സനാവ് കുറേ ഇപ്പം നേരെ പറയുന്നത് ഹംദിലും ശുക്രിലും മധുവിലും ഉണ്ടായത് സനാവ്. ഈ സനാവ് പറഞ്ഞാൽ എന്താ പറയുക, ദിക്റു ഫലായിരി മൻ അസ്നൈത അലൈഹി, ആരെ പോയി തിന്നുവോ ഓൻ്റെ ഫലായിലിനെ ദിക്ർ ചെയ്യുന്നതിനാണ് എന്താ പറയുക, കൽകൊണ്ടുള്ള ദിക്റുമാകാം നാവുകൊണ്ടുള്ള ദിക്റുമാകാം. പിന്നെ ആ വിഷയമാണ് റഫ്ഉഹു. അൽഹംദുലില്ലാഹ് റഫ് ആവുന്നത് ഇബ്ത കൊണ്ടാണ്. അസ്ലുഹു അൻ നസ്ബു, അസ്ൽ നസ്ബ ഉണ്ടായിരുന്നത് അഹമ്മദുൽ ഹംദാന്ന് ഉണ്ടായിരുന്നത്. പിന്നെ വൈന്നമാതലാനഹു മൂപ്പര് നസ്ബിനെ വിട്ട് തെറ്റി ഇല റഫി, റഫിലേക്ക് മുസ്ലിഫ് തെറ്റിയില്ല ദലാലത്തിയല സബാത്തിൽ മാനാവതവാമിഹി. ഈ ആശയം സാബിത്താവണം നിത്യമാവണം എന്നതിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് നിത്യൂ അല്ലെ അഹമ്മദുൽ ഹംദ അള്ളാനെപ്പം എന്ത് ചെയ്യുന്നു കഴിഞ്ഞ് ആ വർഷം കഴിഞ്ഞ് മറ്റേ ഹംദ് അള്ളാഹ്ക്കാണ് എന്ന് പറഞ്ഞാൽ ആര് എപ്പോൾ എന്ത് അള്ളാഹ്ക്ക് ദായിമാണെന്ന് അറിയിക്കാനാണ് ഇസ്മയിമിലാക്കി കൊണ്ടുവന്നത്. ഇസ്മയിമിൽ എന്താ അറിയിക്കും, ഈ ദവാമിനെ അറിയിക്കും. ദൂന തജദ്ദുദിഹി വൻസിറാമിഹി, പുതുതാകലിനെയും മുറിഞ്ഞു പോകലിനെയും അറിയിക്കൽ കൂടാതെ. വഹുവായി ഹംദ് എന്ന വാക്ക് മിൽ മസാദിരി ചില മഫൂൽ ഉത്തർക്കൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അല്ലത്തി തുൻസബു ബി അഫ്ആലി മുദമ്മറത്തിൻ മറക്കപ്പെട്ടതായിരുന്നു ഫീൽ ഹസ്ബി. ഇവിടെ സുബ്ഹാനല്ലാഹ് മഅദല്ലാഹ് എന്നൊക്കെ പറയില്ലേ നമ്മൾ, സുബ്ഹാനല്ലാഹ് മഅദല്ലാഹ് എന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞ മാതിരി മറക്കപ്പെട്ട ഫീൽ ഹസ്ബിപ്പെടുന്ന മഫൂലത്തിൽ കൂട്ടത്തിൽപ്പെട്ടതാണ്. ലാ തുസ്തഅമലു മഹാ, ആ അതിന് ആമിലിൽ കൂടെ ഉപയോഗിക്കപ്പെടുകയില്ല. ആമിൽ ഉണ്ടാവില്ല, മാമൂല് മാത്രമേ ഉണ്ടാവുള്ളൂ. ശുക്രൻ എന്ന് പറഞ്ഞ മാതിരി, ഏതാ അജബൻ എന്ന് പറഞ്ഞ മാതിരി. ആ വൽമാന അവിടെ ശരിക്കുണ്ടായ അഹമ്മദുല്ലാഹ ഹംദൻ ശരിക്കുണ്ടായിരുന്നത്. പിന്നെ അള്ളാഹു, ഈ അള്ളാഹു കിടക്കാൻ അസ്ലുഹു അൽ ഇലാഹു, അതിൻ്റെ അസ്ലി ഇലാഹ് എന്നാ ബോധിപ്പത്തിൽ ഹംസത്തു. എന്നിട്ട് ഇലാഹത്തെ ഹംസനാണ് കളഞ്ഞു. വവില അൻഹ അർഫ് താരീഫി, ഒരു താരീഫിൻ്റെ അർഫ് അതിൻ്റെ ഒരു പകരാക്കി. ശരിയല്ലേ? അപ്പം എന്തായി, അല്ലാഹ് എന്നായി. തഫ്ഹീം ചെയ്യുമ്പോൾ അള്ളാഹു എന്നാവും. വലുതാലിക്ക അതുകൊണ്ടാണല്ലോ ഏത് ഹംസ കളയപ്പെട്ടുങ്ങാണ്ട് അതിൻ്റെ സ്ഥാനത്താണ് തൈരീഫിൻ്റെ അർഫ് നിൽക്കുന്നത്. തൈരീഫിൻ്റെ അർഫ് ഒരു ഖത്തയിൻ്റെ അലിഫിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നതാണ് എന്ന കാര്യത്തിന് വേണ്ടി കീലഫിൻ്റെതായി അള്ളാഹിനെ വിളിക്കുമ്പോൾ പറയപ്പെടല് യാ അള്ളാന്നാ വിളിക്കൽ, അള്ളാഹ് എന്നല്ല. ബിൽ കത്തിന് ഹംസയാക്കിയാണ്. കാരണം ആദ്യത്തെ അലിഫിലാം ഇതിൻ്റെ സ്ഥാനത്താണ് നിൽക്കുന്നത്, ഇലാഹി ഹംസൻ്റെ സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഖത്തയിൻ്റെ ഹംസൻ സ്ഥാനത്ത് നിൽക്കുന്നതായതുകൊണ്ടാണ് യാ അള്ളാഹ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് യല്ലാ എന്ന് പറയാത്തത്. കവായിക്കാലു യാ ഇലാഹ് യാ ഇലാഹ് എന്ന മാതിരി. കാരണം ഇതിൻ്റെ പോസ്റ്റിക്കാണല്ലോ ഈ അല്ല് നിൽക്കുന്നത്. പോസ്റ്റിക്കാക്കുഹൂമിൻ അലഹ, അതിനെ പിടിച്ചെടുത്ത് വിടുന്ന അലഹീന്നാണ്. എന്താ അലഹ എന്നാൽ ധ്യാന അബദ, അബദ എന്ന അർത്ഥം. ഇലാഹ് എന്ന് പറഞ്ഞാൽ മഅബൂദ് എന്ന അർത്ഥം. ഔ അലിഹ, അല്ലെങ്കിൽ അലിഹീന്നാണ്. എപ്പോഴും അലിഹാറിൽ ഇതാ തഹയ്യർ അവരെ അന്തം വിട്ടാൽ. അപ്പം അന്തം വിട്ടു നടത്തുമ്പോൾ അലിഹീന്ന് പിടിച്ചാണ് ഇലാഹ് കയറാൻ അള്ളാഹുവിനിക്ക് ഇലാഹ് കയറാൻ കാരണം എന്താണ്? ഹൈമാനിലോ കൂലി ബുദ്ധികളൊക്കെ അന്തം വിട്ടതിന് വേണ്ടി ഫി ഇദ്റാക്കി കുനിഹിദാത്തിഹി, അള്ളാഹുവിൻ്റെ ദാത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന കാര്യത്തിൽ ഒരു ഔലിയാക്കും ഏത് തിരിഞ്ഞിട്ടില്ല, അള്ളാഹിൻ്റെ ദാത്തിൻ്റെ യാഥാർത്ഥ്യം തിരിഞ്ഞിട്ടില്ല. കുറേ ഔസാഫുകൾ മനസ്സിലാക്കുക എന്നല്ലാതെ അള്ളാഹിൻ്റെ ദാത്ത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ ഒരാൾക്ക് എന്ത് ചെയ്യൂല, കഴിയൂല. ഔമിൻ അലിഹത്തിലോ കൂലു, അല്ലെങ്കിൽ അലിഹത്തിലോ കൂലു എന്ന് പോകാൻ നിൽക്കുക. ഇതാ സെക്കനത്ത് അടങ്ങി കഴിഞ്ഞാൽ. അപ്പം അലിഹ എന്ന് പറഞ്ഞാൽ അടങ്ങി നടത്തുന്നുണ്ട്. അതിന് കുറിച്ചാണ് അള്ളാഹിനെ പറ്റി അള്ളാഹിനെ ഇലാഹ് കാരണം ഇതാ അത് ഇത്തുമീനാനിൽ കുലൂബി ദിക്രിഹി, അള്ളാഹിനെ സ്മരിച്ചാൽ കൽബ് സമാധാനാവും. അലാബി ദിക്രില്ലാഹി തുമൈനുൽ കുലൂബ് എന്നാ. അതുകൊണ്ടാണ് അള്ളാഹിനെ പറ്റി എന്താണ് ഇതിന് ഈ മാനുള്ള ഇലാഹെന്ന് ഇത് വേണേ അലിഹീന്ന് പിടിച്ചാണ്ട് ഇലാഹ് കാരണം.
ഔമിൻ അലിഹ ഇതാ ഫസിയ, അല്ലെങ്കിൽ ബേജാറായി നടത്തമുള്ള അലിഹി എന്നാണ്. അലിഹക്കിന് പല അനിയുണ്ട്. ആ, മൂന്നാമത്തെ അലിഹിയാണിത്. വായിച്ചേ എന്താണ് ഈ ബേജാറായി നടത്തിയുള്ള അലിഹിന്ന് പിടിച്ചു കണ്ട് അള്ളാഹിലാകാൻ കാരണം ലിബുറൂദിൻ നാസിലെത്തി. ഇതാ ഫസിയ ഇതാ ലിബുറൂദിൻ നാസിലെത്തി. കാനുസീബത്ത് ഇറങ്ങുമ്പോൾ ബേജാറാകുമ്പോൾ ബേജാറായി എന്നതിനർത്ഥം. ലി ഫസയിൽ ആയിദി, കാവല തേടുന്നവൻ ബേജാറാവുന്നതിന് വേണ്ടി ലേഹി അള്ളാഹുലേക്ക് കാവല തേടുന്നവൻ ബേജാറായി കൊണ്ടാണ് ഈ കാര്യം പഠിച്ചോനെ കാക്കണട്ടോ അറിയുന്നത്. അതുകൊണ്ട് ഔമിൻ ലാഹ, ലാഹിന എന്ന് വെച്ചാലും മതി. അതുപ്രകാരം പിന്നെ തലക്കത്ത അംസ വേറെയാണ്. ഐൻഫീൽ മുത്തലാണ് ലാഹ അറിയുമ്പോൾ. പിന്നെ കാലാർണ മാതിരി എപ്പോഴാണ് ലാഹാറയില് ഇതഹ്തജബ, ഒരാൾ ഒളിച്ചു നിന്നാൽ ലാഹ എന്നറിയും. അതിന് പിടിച്ചാണ് അള്ളാഹിനെ പറ്റിയില്ല അള്ളാഹു ഇലാഹു അറിയാൻ കാരണം എഹ്തിജാബിഹി, അള്ളാഹ് മറഞ്ഞു നിൽക്കുന്നതിന് വേണ്ടി അനിൽ അബ്സാർ, എല്ലാവരുടെ ദൃഷ്ടിനെ തൊട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല മറഞ്ഞു നിൽക്കുന്നുണ്ട്. കമാ ഖീല ലഹ റബ്ബി അനിൽ ഖലായിക് തുറാ, ലാഹ റബ്ബി, എൻ്റെ റബ്ബ് മറഞ്ഞു നിന്നിട്ടുണ്ട് അനിൽ ഖലായിക് തുറാ, സൃഷ്ടികൾ സർവത്തിനെ തൊട്ടോ. വക്കീല. അപ്പൊ ഇസ്തിഖാഖിന്റെ ചർച്ച കഴിഞ്ഞ്. വക്കീല അലമുൻ, ഈ അള്ളാഹു എന്ന വാക്ക് അലമാണ്, വസ്ഫല്ല അലമാണ്. ഏത് മാതിരി മനുഷ്യന്മാർക്ക് പേരിടൂലേ, അബ്ദുറഹ്മാൻ, മുഹമ്മദ്, ഇബ്രീൽ എന്നൊക്കെ എന്ന മാതിരി. ആർക്കാണ് ഈ പേരിട്ടത്? ലിദാത്തിഹിൽ മഖ്സൂസത്തി, ഒരു പ്രത്യേകമാക്കപ്പെട്ട അള്ളാൻ്റെ ആ തടിക്ക്. അൽ മുസ്തജിമത്തിൽ ജമീസ് മഹാമിദി, എല്ലാ സ്തുതികീർത്തനങ്ങളെയും സമ്മേളിപ്പിച്ച, ഹംദായി സ്തുതിക്കപ്പെടാൻ എന്തെല്ലാം സിഫത്തുണ്ടോ അതൊക്കെ സമ്മേളിപ്പിച്ച. ഇത് കാരണം യൂസഫു അല യൂസഫു ബിഹി, ഈ അള്ളാഹ് എന്ന വാക്ക് കൊണ്ട് അള്ളാഹ്ക്ക് വസ്ഫറപ്പെടലുണ്ട്, അള്ളാഹിനെ കൊണ്ട് ആർക്കും വസ്ഫറയില്ല. അതാ തെളിവ്. അലമാന്ന തെളിവേ. ഈ അലമ് എന്ന സാധനം എന്തായിട്ട് വരൂല, സിഫത്തായിട്ട് വരൂല. മൗസൂഫായിട്ട് തീരുള്ളൂ, സിഫത്തായിട്ട് വരൂല. റബ്ബുൽ ആലമീൻ, റബ്ബ് സിഫത്ത്, മൗസൂഫ് അള്ളാഹു നിലക്കൽ. നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനി, അർറഹ്മാനി സിഫത്ത്, മൗസൂഫ് അള്ളാഹു അല്ലേ. അപ്പോൾ മൗസൂഫായിട്ട് ആര് വരുള്ളൂ? അള്ളാഹു വരുള്ളൂ, സിഫത്തായിട്ട് വരൂല. അത് അതിൻ്റെ സ്വഭാവമാണ്, അലമിൻ്റെ സ്വഭാവം. ആലം എന്തായിട്ട് വരുള്ളൂ? മൗസൂഫായിട്ട് വരുള്ളൂ, സിഫത്തായിട്ട് വരൂല. അതാത്തല്ല തെളിവ്. രണ്ടാമത്തെ തെളിവ് ഒരു അന്ന സിഫാത്തിഹി തആല, കാരണം അള്ളാഹ്ക്ക് ഒരുപാട് സിഫത്തുണ്ടല്ലോ. നമ്മൾ പറഞ്ഞു പോകാൻ അസ്മാഉൽ 99 ഉണ്ട്, അതിന് പുറമെ വേറെയൊക്കെ ഉണ്ട്. ഈ സിഫത്തുകളൊക്കെ ലാബുദ്ദലഹാമി മൗസൂഫിന്, അതിനൊക്കെ മൗസൂഫ് വേണ്ടേ? ഖദീർ, അലീം, സമീ, ബസീറൊക്കെ പറഞ്ഞു. അങ്ങനെയുള്ള ഒരു മൗസൂഫ് വേണ്ടതിന്. എങ്ങനെ മൗസൂഫ്? റജീരി അലൈഹി, ഈ സിഫത്തൊക്കെ ആ മൗസൂഫിൻ്റെ മേലാണ് നടക്കുന്നത്. അങ്ങനത്തെ മൗസൂഫാർക്ക് വേണ്ടേ? ഈ മൗസൂഫ് സിഫത്തുകൾക്ക് വേണ്ടേ? ഫൈൻ ജോയിലത്ത് കുല്ലുവാ സിഫാത്തിൻ, സർവ്വ സിഫത്താക്കപ്പെട്ട അള്ളടക്കം സിഫത്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബക്കിയത്ത് ഈ സിഫത്ത് ബാക്കിയാവൂലേ? വൈറജാര്യത്തിന് ഇസ്മ മൗസൂഫും ചെയ്യാ, ഈ സിഫത്തിനോട് മൗസൂഫ് പറയപ്പെട്ട ഇസ്മിൻ്റെ മേൽ നടക്കാത്തതാവൂലേ? സംഗതി അലീമും ഖദീറും സമീം ബസീറും ഒക്കെ തന്നെയാണ് സിഫത്താണ്. അതേമാതിരി സിഫത്തിന് അള്ളയെന്ന് പറഞ്ഞാൽ പിന്നെ മൗസൂഫ് ഏതാണ്? വഹാദാ കമാതറ, ഈ പറഞ്ഞ ന്യായങ്ങളൊക്കെ നീ കാണുന്ന മാതിരി ദുർബലാണ്. ഇതൊക്കെ ഒരു പറച്ചിൽ മാത്രമാണ്. വൽ ഹഖു, സത്യം ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ തആല ഹാലും മുഅക്കിദത്തുൻ മിൻ അല്ലാഹ്, അള്ളാഹു എന്നതിൽ നിന്ന് മുഅക്കിദത്തായ ഹാലാണ് തആല എന്ന ജുംല. അത് കഴിഞ്ഞു. വാദി ജുംലത്തു, ഈ അൽഹംദുലില്ലാഹ് എന്ന ജുംലയാകുന്നത് അങ്ങനെയാണ്. തഹ്തമിൽ അന്തക്കൂന ഹബരിയത്തൻ, അത് ഹബരിയ ജുംലയാകാം. ഉസ്തബിയ സനാവു, അതുകൊണ്ട് സനാ ഉദ്ദേശിക്കപ്പെടുന്നത്. ഹംദ് അല്ലാഹ്ക്കാണോ? ബി മദ്മൂനി, അൽഹംദുലില്ലാഹിന്റെ മാന ഉണ്ട്. അൽഹംദുലില്ലാഹിന്റെ മാന എന്താണ്? ഹംദ് അല്ലാഹ്ക്കാണ്. ജനൽ ഇഖ്ബാറ ബിൽ ഹംദി ഹംദുൻ, ഹംദ് അല്ലാഹ്ക്കാണ്. വർത്താനം പറഞ്ഞു കൊടുക്കാൻ ഹംദലാണ്. ഹംദ് അല്ലാഹ്ക്കാണോ എന്ന് പറയലുണ്ട്. എന്താണ്? അതിന് ഹംദല്ലേ. അപ്പം ഈ മായന കൊണ്ട് ഹംദ് ഉണ്ടാക്കലാണ് മുറാദ്. ലഫ്ള് ഇഖ്ബാറാണെങ്കിലും കാരണം ജുംലയല്ലേ, ഹംദാവുന്ന അല്ലാഹ്ക്കാണ് എന്ന് ഇഖ്ബാറാണല്ലോ ലഫ്ള്. പക്ഷെ മായന എന്താണ്? ഇൻഷാ ആണ്. പറച്ചിലുകൊണ്ട് ഇതുണ്ടാക്കുകയാണ്. ഇതുപോലെ നമ്മൾ ദ്വാരക്കാൽ ദുആ ഇൻഷാ അല്ലേ, ദുആ ഇൻഷാ ആണ്, അംറ് ഇൻഷാ ആണ്, നഹി ഇൻഷാ ആണ്. എന്ന മതി ഇൻഷാ ആണ്. ഇത് അൽഹംദുലില്ലാഹ് സ്തുതിക്കൽ പറച്ചിലുകൊണ്ട് ഉണ്ടാക്കുകയാണ്. ഇദ്ഹാറുൽ സിഫത്തിൽ കമാലി, അള്ളാഹ്ക്ക് തന്നെ
കമാലിന്റെ സിഫത്തിനെ ലാഹിറാക്കലുമാണത്. എന്തൊക്കെ ഇൻഷായിയത്തൻ മങ്കൂലത്തൻ മാനാഹൽ അസ്ലി, അസ്ലിയ മാനാനത്തൊട്ട് നക്കല് ചെയ്യപ്പെട്ട ഇൻഷായ ജുംലയാക്കാം. നമ്മൾ ആദ്യം പറഞ്ഞത് സാധന ഖബരി തന്നെയാണ്. ഏത് കസ്തുള്ളൂ? ഇൻഷായ് കസ്തുള്ളൂ. അങ്ങനെ ചിലരാണ് അങ്ങനെയൊന്നല്ല, അത് പറ്റ ഈ മാറി ഇൻഷായി ആയിട്ട് മാറിയിക്കണേ. ആര് മാറി മാതിരിക്ക് ജുംലത്തി ദുആയ്യത്തി ദുആയ്യ ജുംലൻ്റെയൊക്കെ മാതിരിയാൽ മങ്കൂലത്തിൽ അമ്പറിലേക്ക് നീക്കപ്പെട്ട നഹു റഹിമഹുല്ലാനെ പറ്റി നമ്മൾ തെർക്കി വെക്കുമ്പോൾ കുട്ടിയൊക്കെ റഹിമ ഫീൽ മാതി വെക്കുന്നതിന് കാര്യമില്ല. അള്ളാഹ് റഹ്മത്ത് ചെയ്യട്ടെ റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ടേ എന്നുള്ള അമ്പറിൻ്റെ വാനയിലെ നമ്മൾ വെക്കല്. അത് കയ്യിലേക്ക് നീങ്ങൽ കഴിഞ്ഞ് ഈശായിലേക്ക് നീങ്ങൽ കഴിഞ്ഞ് അത് അഭിമാന റഹ്മഹു റഹ്മത്തിന് ചെയ്യണേ എന്നതിൻ്റെ അർത്ഥം. വിഷയം മാറി. അപ്പോൾ താല ഹാലും മുഅക്കിദത്തുൻ മിൻ അള്ളാഹ്, അള്ളാഹു എന്നതിൽ നിന്ന് മുഅക്കിദത്തായ ഹാലാണ് താല എന്ന ജുംല. അത് കഴിഞ്ഞു. വാദി ജുംലത്തു ഈ അൽഹംദുലില്ലാ എന്ന ജുംലയാകുന്നത് അങ്ങനെയാണ്. തഹ്തമിൽ അന്തക്കൂന ഹബരിയത്തൻ, അത് ഹബരിയ ജുംലയാകാം. ഉസിദബിയ സനാവു, അതുകൊണ്ട് സനാ ഉദ്ദേശിക്കപ്പെടുന്നത്. ഹംദ് അള്ളാഹ്ക്കാണോ ബി മൽമൂനി അൽഹംദുലില്ലാഹിന്റെ മാന ഉണ്ട്. അൽഹംദുലില്ലാഹിന്റെ മാന എന്താണ്? ഹംദ് അള്ളാഹ്ക്കാണ്. ജനൽ ഇഖ്ബാറ ബിൽ ഹംദി ഹംദുൻ, ഹംദ് അള്ളാഹ്ക്കാണ്. വർത്താനം പറയാക്ക് പറഞ്ഞു കൊടുക്കാൻ ഹംദലാണ്. ഹംദ് അള്ളാഹ്ക്കാണോ എന്ന് പറയൽ എന്താണ്? ഒരു അതിരന്തല്ലേ. അപ്പം ഈ മായന കൊണ്ട് ഹംദ് ഉണ്ടാക്കലാണ് മുറാദ്. ലഫ്ള് ഇഖ്ബാറാണെങ്കിലും കാരണം ജുംലിയല്ലേ, ഹംദാവുന്ന അള്ളാഹ്ക്കാണ് എന്ന് ഇഖ്ബാറാണുള്ളത് ലഫ്ള്. പക്ഷെ മായന എന്താണ്? ഇൻഷാ ആണ്. പറച്ചിലുകൊണ്ട് ഇതുണ്ടാക്കുകയാണ്. ഇതുപോലെ നമ്മൾ ദ്വാരക്കാൽ ദുആ ഇൻഷാ അല്ലേ, ദുആ ഇൻഷാ ആണ്, അംറ് ഇൻഷാ ആണ്, നഹി ഇൻഷാ ആണ് എന്ന അതിന് ഇൻഷാ ആണ്. ഇത് അൽഹംദുലില്ലാഹ് സ്തുതിക്കൽ പറച്ചിലുകൊണ്ട് ഉണ്ടാക്കുകയാണ്. ഇദ്ഹാറുൽ സിഫത്തിൽ കമാലി, അള്ളാഹ്ക്ക് തന്നെ കമാലിന്റെ സിഫത്തിനെ ലാഹിറാക്കലുമാണത്. എന്തൊക്കെ ഇൻഷായിയത്തൻ മങ്കൂലത്തൻ മാനാഹൽ അസ്ലി, അസ്ലിയ മാനാനത്തൊട്ട് നക്കല് ചെയ്യപ്പെട്ട ഇൻഷായ ജുംലയാക്കാം. നമ്മൾ ആദ്യം പറഞ്ഞത് സാധന ഖബരി തന്നെയാണ്. ഏത് കസ്തുള്ളൂ? ഇൻഷായ് കസ്തുള്ളൂ. അങ്ങനെ ചിലരാണ് അങ്ങനെയൊന്നല്ല, അത് പറ്റ ഈ മാറി ഇൻഷായി ആയിട്ട് മാറിയിക്കണേ. ആര് മാറി മാതിരിക്ക് ജുംലത്തി ദുആയ്യത്തി ദുആയ്യ ജുംലൻ്റെയൊക്കെ മാതിരിയാൽ മങ്കൂലത്തിൽ അമ്പറിലേക്ക് നീക്കപ്പെട്ട നഹു റഹിമഹുല്ലാനെ പറ്റി നമ്മൾ തെർക്കി വെക്കുമ്പോൾ കുട്ടിയൊക്കെ റഹിമ ഫീൽ മാതി വെക്കുന്നതിന് കാര്യമില്ല. അള്ളാഹ് റഹ്മത്ത് ചെയ്യട്ടെ റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ടേ എന്നുള്ള അമ്പറിൻ്റെ വാനയിലെ നമ്മൾ വെക്കല്. അത് കയ്യിലേക്ക് നീങ്ങൽ കഴിഞ്ഞ് ഈശായിലേക്ക് നീങ്ങൽ കഴിഞ്ഞ് അത് അഭിമാന റഹ്മഹു റഹ്മത്തിന് ചെയ്യണേ എന്നതിൻ്റെ അർത്ഥം. വിഷയം മാറി.